നമസ്കാരം. പശുവിൻ്റെ പേരിൽ നാട്ടിൽ കൊല്ലും കൊലയും സജീവമാണ്. പശുവിൻ്റെ വാലിൽ പിടിച്ച് പാർട്ടി വളർത്താനുള്ള യത്നങ്ങൾ. സംഘീഫലിതങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തിയത് വി മുരളീധരൻ്റെ പ്രസ്താവനയാണ്. പശുവിനെ കഴിക്കണോ പന്നിയെ കഴിക്കണോ എന്ന് കഴിക്കുന്നവർക്ക് തീരുമാനിക്കാമത്രേ. വോട്ട് കിട്ടുമെന്ന് കരുതി ബീഫ് പാത്രത്തിൽ കൈയിട്ട് വാരിയാൽ ചുരുങ്ങിയത് കേരളത്തിലെങ്കിലും പന്തികേടാണെന്ന് മുരളിക്ക് എന്തായാലും മനസ്സിലായി. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ചെറിയാൻ ഫിലിപ്പ് ഒരു മുൻ കോൺഗ്രസ്സുകാരനാണ്. 4 നൂറ്റാണ്ട് കാലം മാത്രമല്ല, അതിനപ്പുറവും കോൺഗ്രസിൽ കുത്തിത്തിരിപ്പും കുത്താതെയുള്ള തിരിപ്പുമെല്ലാം ഉണ്ടാക്കിയ ആൾ. എന്നാൽ പണ്ടെങ്ങാണ്ട് സീറ്റു കിട്ടുന്നേ ഇല്ല എന്നായപ്പോൾ പാർട്ടി വിട്ട് CPIMൻ്റെ സഹയാത്രികനായി. CPMലാണെങ്കിൽ പിണറായി പക്ഷക്കാരൻ. തൃശ്ശൂരിൽ യൂത്ത് കോൺഗ്രസ്സുകാർ സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കുപ്പായമൂരി സമരം ചെയ്തതിനെ പിന്തുണച്ച് നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ കുഴപ്പമായത്. ചെറിയാൻ ഫിലിപ്പിന്റെ ഉള്ളിലെ സ്ത്രീ വിരുദ്ധതയായി നാടെങ്ങും ചർച്ച. എനിക്കൊരു കാര്യം പറയാനുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഉടുപ്പഴിക്കൽ സമരമുണ്ടല്ലോ, മാതൃകാപരമായ ഒരു സമരമാർഗമാണ്. ഈ സമരം രഹസ്യമായി നടത്തിയ വനിതകൾക്കെല്ലാം പണ്ട് കോൺഗ്രസിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ചവിട്ടുപടി എന്ന് പറയുന്നു. തല്ലേ തല്ലേ മാത്രമല്ല, ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. ഇന്ന് ബസ്സിൽ അവര് മാത്രമല്ല, അവരുടെ ചേട്ടൻ ഹിറ്റ്ലറുണ്ട്. ഹിറ്റ്ലറോ? നിന്നെ ഒന്നും മാത്രമല്ല, വേറെ ചില അവന്മാരെ എനിക്ക് ഇവിടെ കാണാനുണ്ട്. എന്റെ പെൺകുട്ടികളെ വഴിയെ പോകുമ്പോ കൈവീശി കാണിക്കുകയും മിസ്ലടിക്കുകയും ചെയ്യുന്ന ചില ഞരമ്പ് രോഗികളെ. ഉടുപ്പൊരിഞ്ഞാൽ സീറ്റ് കിട്ടുമെന്ന് പച്ച മലയാളത്തിൽ പറയാൻ തയ്യാറായ ചെറിയാച്ചനെതിരെ വാളെടുത്തിറങ്ങാൻ സുധീരനും കോൺഗ്രസുകാരും തയ്യാറായി. ചെറിയാച്ചനെ പിന്തുണയ്ക്കാൻ പിണറായി വിജയനും കോടിയേരിയും. VS അച്യുതാനന്ദൻ പതിവ് പോലെ സ്ത്രീകളുടെ പക്ഷത്ത് നിലയുറപ്പിച്ചു. ചെറിയാച്ചന്റെ വൃത്തികേടുകളെ അപലപിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് സഖാക്കൾക്ക് കൊടുത്ത ഗംഭീര ഉപഹാരമായി ചെറിയാച്ചന്റെ പ്രസ്താവന. പിണറായിക്ക് ആരെയെങ്കിലും ചീത്ത വിളിക്കാനൊന്നും നേരമില്ലെന്ന് കണ്ട് ഒന്ന് സഹായിച്ചു കൊടുത്തതാണ്. എന്തായാലും ചെറിയാച്ചനെ ശരിപ്പെടുത്താൻ സുധീരൻ വന്നപ്പോൾ സ്ത്രീ വിരുദ്ധനൊപ്പം നിൽക്കാൻ പിണറായിയും കോടിയേരിയും ഒരു മടിയും കാണിച്ചില്ല. കൂടെ ഹിറ്റ്ലറും ഉണ്ട്. ഹിറ്റ്ലറോ? എന്നിട്ട് അയാൾ നിന്നെ കണ്ടെങ്കിൽ പണ്ടാരോടൊക്കെ നീ ഇങ്ങോട്ട് ഓടിക്കറിയത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. എങ്ങോട്ടെങ്കിലും പോടാ. നിന്നെ ഇതിനകത്ത് കണ്ടാൽ അത് മതി. അയാൾ വന്ന് എന്റെ കടകൂടി തല്ലി പൊളിക്കും. എങ്ങോട്ടെങ്കിലും പോടാ. ശ്രീ ചെറിയാൻ ഫിലിപ്പിൽ നിന്നും സ്ത്രീ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള ഇമ്മാതിരി ഒരു പരാമർശം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അയ്യോ, എന്നെ തല്ലല്ലേ. വേറൊന്നുമില്ല, എന്റെ സൈക്കിളിൽ ചെയിൻ തെറ്റിയതാണ്. എന്റെ വീടിന്റെ മുമ്പിൽ വരുമ്പോ നിന്റെ സൈക്കിളിന്റെ ചെയിനല്ല, മറ്റു പലതൊക്കെ തെറ്റൂടാ. കുട്ടി തേവാങ്കെ അടിക്കല്ലേ. ഞാൻ കോമ്പാറയിലെ മൂത്താൽ കൃഷ്ണനുണ്ണിയുടെ മോന ചന്തു. നിന്റെ അച്ഛനുടെ അച്ഛന്മാരും പറഞ്ഞാണോ എന്റെ വീടിന്റെ മുമ്പിൽ ഒന്ന് വൃത്തിയോട് കാണിക്കാൻ? അയ്യോ അല്ലല്ല, അവരറിഞ്ഞ എന്നെ കൊന്നുകളയും. എന്നാൽ അവരല്ല. ഇനി നീ ഈ വീടിന്റെ വാതക്ക് വന്നാൽ നിന്നെ കൊല്ലുന്നത് ഞാനായിരിക്കും. ഇപ്പൊ നിന്നെ ഞാനൊന്നും ചെയ്യാതെ വിടുന്നത് നീ കോമ്പാറയിലാണെന്ന് കേട്ട് ഭയന്നിട്ടല്ല, അറച്ചിട്ട്. ഇനിയും ഇതൊരു വലിയ വിവാദമായി കൂടുതൽ വളർത്തിക്കൊണ്ടു പോകാതെ എത്രയും പെട്ടെന്ന് ഈ തെറ്റായ പരാമർശം, സ്ത്രീ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള ഈ പരാമർശം അദ്ദേഹം പിൻവലിച്ച് സ്ത്രീ സമൂഹത്തോട്, പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നതായിരിക്കും ഉചിതം. നിനക്കെന്താടാ തലയ്ക്ക് ഓളുണ്ട്? 4-5 പെങ്ങന്മാരുടെ വേറെ ആർക്കും വഴി നടക്കണ്ടേ? അവരൊക്കെ ഓടിച്ചിട്ട് അടിക്കാൻ നടന്നാല് ഭൂമിയിൽ ഇവ മാത്രമല്ല ഒരു ഏട്ടൻ. പെൺകുട്ടികൾ പ്രായമായാലും അവരെ കെട്ടിച്ചയക്കണം. അതാ സ്നേഹമുള്ള ഏട്ടന്മാര് ചെയ്യേണ്ടത്. ആ ഒരു വിചാരം മാത്രം നിനക്കില്ലാത്തതെന്താ? വളരെ തെറ്റായ ഒരു സമീപനമാണ്, പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. കോൺഗ്രസിനകത്തായിരുന്നല്ലോ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പഴയ ഏതെങ്കിലും സ്മരണ ഇങ്ങനെ പറയിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവന്റെ തലക്കകത്തുന്ന പിണ്ണാക്കാണ്. എന്റെ വീട് നിറച്ച് പെമ്പിള്ളേരാണത് പോട്ടെ, ഇവിടെ ഇല്ലേ പ്രായപൂർത്തിയായ ഒരെണ്ണം. ആ വിചാരം ആ കഴുതയ്ക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനൊക്കെ ഇവിടെ കയറി ഇറങ്ങി നിരങ്ങാൻ വിടുവോ? കോൺഗ്രസിന്റെ സംസ്കാരത്തെക്കുറിച്ചാണ്. ആ സംസ്കാരത്തെക്കുറിച്ച് കോൺഗ്രസ്സുകാരായ പലരും തന്നെ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പുരുഷൻ മാത്രമല്ല, സ്ത്രീയും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ആ പതിവൊന്നും എന്റെ വീട്ടിൽ വേണ്ട, എന്റെ കുട്ടികളടുത്തും വേണ്ട. പതിവാണ് പോലും പതിവ്. കല്യാണത്തിന് മുമ്പ് അമ്മാവിൻ്റെതായിരുന്നോ പതിവ്? അമ്മായിയുടെ കട്ടിലിനടിയിൽ വന്ന് ഒളിച്ചു കിടന്ന് കാണാനായിരുന്നു അമ്മാവിന്റെ പതിവ്. ഒരുപക്ഷെ
അത്തരത്തിൽ ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് സ്ത്രീ സമൂഹത്തിന് ഏൽക്കുന്ന മുറിവിനെ കുറിച്ച് അദ്ദേഹത്തിന് ധാരണ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം ഇത് പറയുന്നത്. പക്ഷേ ഒരു കാരണവശാലും സഹിക്കാൻ പറ്റുന്ന ഒരു പ്രസ്താവനയല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തും പറയുക എന്ന ശൈലിയിലേക്ക് അദ്ദേഹത്തെ പോലെയുള്ളവർ അധപതിക്കുന്നത് സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു തീരാ കളങ്കമായി മാറുകയാണ്. ഈ ചെറിയാൻ ഫിലിപ്പ് പേര് കേട്ടാൽ അറിയാൻ വിട്ടിയാണ്. ഇവൻ മാത്രമല്ല, ഇവന്റെ അച്ഛനും അമ്മയും ഒക്കെ വിട്ടികളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഒരു പേര്. പിന്നെ കോൺഗ്രസിന്റെ എല്ലാ ഉടർ രഹസ്യങ്ങളും അറിയുന്ന ഒരാളാണ് ചെറിയാൻ ഫിലിപ്പ്. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അഭിപ്രായം പറയാം. അദ്ദേഹം ഒരു സ്ത്രീ വിരോധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കടന്നു വന്ന കാലഘട്ടത്തിൽ മുൻകാല KSUവിൻ്റെ നേതാവെന്ന നിലയിൽ ആവേശകരമായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് അഭിമാനിച്ചിരുന്നു. പക്ഷേ ആ അഭിമാനം ഇത്രയും വലിയ അപമാനത്തിന് തുടക്കമിട്ടുവെങ്കിൽ ആധുനിക ചെറിയാൻ ഫിലിപ്പുമാർക്ക് വേണ്ടിയിട്ട് ത്രേതായുഗത്തിലെ സീതാദേവിയെ പോലെ അഗ്നികുണ്ഡത്തിലേക്ക് അമരേണ്ടി വരുന്ന സാഹചര്യമാണോ എന്നുള്ളത്. അങ്ങനെയാണ് എങ്കിൽ പോലും അഗ്നികുണ്ഡങ്ങളിൽ പോയാൽ പോലും അന്തസ്സോടെ തിരിച്ചു വരാൻ കഴിയുമെന്ന നിർഭയത്വം കേരളത്തിലെ കോൺഗ്രസിലെ വനിതകൾക്കുണ്ട്. കോൺഗ്രസിലെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അത്തരത്തിൽ അന്തസ്സോടെയും അഭിമാനത്തോടെയും പ്രവർത്തിക്കുന്നവരാണ് എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. സ്വന്തം അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ കഴിവില്ലാത്തവരുമല്ല. പിൻവലിച്ച സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് എൻ്റെ പഴയകാല സുഹൃത്തിനോട് അഭ്യർത്ഥിക്കാൻ. എന്റെ വീട് നിറച്ച് പെമ്പിള്ളേരാണ്. അത് പോട്ടെ, ഇവിടെ ഇല്ലേ പ്രായപൂർത്തിയായ ഒരെണ്ണം. ആ വിചാരം ആ കഴുതയ്ക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനൊക്കെ ഇവിടെ കയറി ഇറങ്ങി നിരങ്ങാൻ വിടുവോ? അങ്ങനെ ചില വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം വെളിവാക്കട്ടെ. അല്ലാതെ ആധികാരികമായി കേരളത്തിലെ സ്ത്രീ സമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പ്രസ്ഥാനത്തിലെ സ്ത്രീകളൊക്കെ ഇത്തരത്തിലാണ് എന്ന് പറയുന്നതിന്റെ എന്ത് അടിസ്ഥാനം? തീർച്ചയായും ദുരുപദിഷ്ഠിതമായി ഈ ആരോപണത്തിൽ നിന്ന് അദ്ദേഹം പിൻവലിയാൻ തയ്യാറാകണം. ഞങ്ങൾക്കെല്ലാവരും ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്നുകൊണ്ട് ഞാനായാലും ലക്ഷക്കണക്കിന് മഹിളാ കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, കോൺഗ്രസിന്റെ വിവിധ സംഘടനാ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വനിതകൾ, അവരൊക്കെ തന്നെ സ്വന്തം കഴിവിൽ വിശ്വാസമുണ്ട്, സ്വന്തം സംഘടനാ ശേഷിയിൽ വിശ്വാസമുണ്ട്, പാർട്ടിയുടെ പിന്തുണയുണ്ട്, പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ട്. ഒരു കുറുക്കു വഴിയും തേടുന്നവരല്ല മുൻപും ഇപ്പോഴും സ്ത്രീകൾ. എല്ലാവർക്കും കൂടെയുള്ള ഒടുക്കത്തെ താക്കീതായത്. ഇനി ആരെങ്കിലും എന്റെ പെൺകുട്ടികളുടെ നിഴൽ വെട്ടത്തെങ്ങാനും വന്നാൽ ഒരുത്തനും ജീവനോടെ തിരിച്ചു പോകില്ല. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുധീരൻ സാറേ. അവർക്കൊന്നും പെങ്ങന്മാരെ കുറിച്ചൊരു വേവലാതിയുമില്ല. എന്നാൽ VS അച്യുതാനന്ദന് സ്ത്രീകൾ കോൺഗ്രസ്സുകാരിയാണോ കമ്മ്യൂണിസ്റ്റുകാരിയാണോ എന്നൊന്നുമില്ല. സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ വാളെടുത്ത് കളഞ്ഞു. പണ്ടേ പിണറായി പക്ഷക്കാരനായ ചെറിയാൻ ഫിലിപ്പിന്റെ സംസ്കാര ശൂന്യത അപ്പടി അങ്ങ് വിവരിച്ചു. ചെറുപ്പക്കാർ അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉടുപ്പൂരി ബനിയനുമായിട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. എന്നാൽ സ്ത്രീകൾ തുണിയുരിഞ്ഞ് പ്രകടനം നടത്തേണ്ടതായിരുന്നു എന്ന പരാമർശനം സംസ്കാരമുള്ള ആർക്കും ചേർന്നതല്ല. അത് അവരുടെ സംസ്കാരമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. സൂപ്പറായിട്ടാ. എരിപ്പോ ഇട്ടിട്ടില്ല, ഒരു ചട്ടിയെങ്കിലും ഇട്ടോടെ. സംസ്കാരമുള്ള ആർക്കും ചേർന്നതല്ല. എന്ത് വന്നാലും നീ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇതാണോടാ നോക്കി നിന്നോളാമെന്നാണോ നീ പറഞ്ഞത്? അതിന് അയാൾ എന്നോട് എന്തെങ്കിലും പറയണ്ടേ? നമുക്ക് ചുമ്മാ കാര്യം ഇടപെടാൻ പറ്റൂ? നിന്നോടും കൂടി തന്നെയാ പറഞ്ഞത് ഒടുക്കത്തെ താക്കീതാണെന്ന്. യഥാർത്ഥത്തിൽ ഇപ്പോഴും നിലപാട് തിരുത്താൻ ചെറിയാൻ ഫിലിപ്പിന് മനസ്സില്ല. പിണറായിയുടെ പിന്തുണയല്ലേ കൂട്ടിനുള്ളത്? ആരെ പേടിക്കാനാണ്? എന്തായാലും പിണറായി വിജയൻ ഉടനെ പാർട്ടിക്കാരെ വിളിച്ചുകൂട്ടി തുണിയില്ലാതെ നാണം കെട്ടി നിൽക്കുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ മഹത് വചനങ്ങൾ AKG സെന്ററിന്റെ കമാനത്തിൽ കൂടി കൊത്തിവയ്ക്കാനുള്ള തീരുമാനമെടുക്കണം. സ്ത്രീ വിരുദ്ധതയിൽ ചെറിയാച്ചനോട് മത്സരിക്കാമായിരുന്ന ചില പ്രസ്താവനകൾ കോൺഗ്രസിനകത്തു നിന്നു തന്നെ ചിലരൊക്കെ പണ്ട് ഉന്നയിച്ചിട്ടുണ്ട്. K. മുരളീധരൻ KPCC പ്രസിഡന്റായിരുന്ന കാലത്തെ പരാമർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പിണറായി വിജയനും കൂട്ടരും കേൾക്കണം. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇവിടെ സ്ത്രീകളുടെ പ്രവാഹമായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ ചാച്ച നെഹ്റു എന്ന് വിളിക്കുന്ന കുട്ടികളോട് അദ്ദേഹത്തിനുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് പോയതോടുകൂടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞോ? ഞാൻ ചോദിക്കുന്നു, പരിഹരിച്ചു കഴിഞ്ഞോ? തങ്കച്ചൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഈ ഓഫീസിൽ ഒറ്റ സ്ത്രീകളും വരുന്നില്ല. എന്താ കാര്യം? ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറയുന്ന സിനിമയിൽ
കട്ട മുതൽ കൊണ്ടുവയ്ക്കാൻ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ വാതിൽ തുറക്കണമെങ്കിൽ ഒരു കോഡുണ്ട്. ആ കോഡ് പറഞ്ഞേ തുറക്കൂ. കോഡ് ആർക്കും അറിയില്ല. അള്ളാക്ക കസും അബൂക്ക കുസും തുറക്കൂ സീസേ എന്ന് പറയുമ്പോൾ വാതിൽ തുറക്കും. അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ സീസേ എന്ന് പറഞ്ഞാൽ ആ വാതിൽ അടയ്ക്കും. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് ഈ KPCC ഓഫീസിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട്. ആ മുറിയുടെ വാതിൽ അടയ്ക്കണമെങ്കിൽ അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് അടയ്ക്കും. അള്ളാക്ക കസം അബൂക്ക കുസും തുറക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് തുറക്കും. എത്രയോ KPCC പ്രസിഡന്റുമാർ ഇവിടെ ഇരുന്നു. ഈ കെട്ടിടം വിലയ്ക്ക് വാങ്ങിച്ചത് CV പത്മരാജൻ. അന്നൊരു നേതാവും ഈ കൊച്ചുമുറിയിൽ രഹസ്യ സംഭാഷണം നടത്തിയത് ഞങ്ങൾക്കറിയില്ല. ശ്രീ വയലാർ രവി, ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള. അന്നും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, ആളുകളുണ്ട്. അവരൊക്കെ ശ്രീ KPCCയുടെ പ്രസിഡന്റുമാരെ കാണാൻ ഇവിടെ വരും. അന്നൊന്നും ഈ കൊച്ചുമുറിയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല. അന്നൊന്നും മണിക്കൂറുകൾ ബന്ധിച്ചിട്ടില്ല. അന്നൊന്നും ഈ കൊച്ചുമുറിക്കകത്ത് ഒരു കുമ്പസാര കൂടെന്നാ പറയുന്നേ. അതിനകത്ത് ഒരു രഹസ്യ സംഭാഷണവും നടത്താൻ ആണായാലും പെണ്ണായാലും പത്മരാജൻ അടക്കം, തെന്നല അടക്കം, ശ്രീ വയലാർ രവി അടക്കമുള്ള ഒരു KPCC പ്രസിഡന്റുമാരും തയ്യാറായിട്ടില്ല. ഇയാൾക്ക് മാത്രം എന്താ ഈ രഹസ്യം? പാർട്ടി പ്രവർത്തകരോട്, പ്രവർത്തകന്മാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാ കുറ്റിയിടുന്നത്? എന്തിനാ കുറ്റിയിടുന്നത്? ഞങ്ങൾക്കറിയണം. ഒരിക്കൽ ഒരു പാർട്ടി പ്രവർത്തകയുമായി ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ KPCC പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നിസിനോട് ചൂടായി. പൈപ്പിൽ വെള്ളമില്ല. എന്താ വെള്ളമില്ലാത്തെന്ന് പറഞ്ഞ് ചൂടായപ്പോ ഞാൻ പറഞ്ഞു, ഡെന്നീസിനോട് ഞാൻ പറഞ്ഞു, ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും വെള്ളം വെക്കണം. ഇനിയിപ്പോൾ ചെറിയാൻ ഫിലിപ്പിനേക്കാൾ യോഗ്യൻ എന്നും പറഞ്ഞ് ഉണ്ണിത്താനെ കൂടി തങ്ങളുടെ കൂടെ കൂട്ടാൻ പിണറായി വിജയൻ ആലോചിക്കുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ ആലോചിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഉണ്ണിത്താൻ ഇപ്പോൾ ആള് ഡീസന്റ് ആണ്. അത്തരം പ്രസ്താവനകളൊന്നും നടത്താതെ കടുത്ത പാർട്ടി വിധേയനായി കഴിയുകയാണ്. തൽക്കാലം സഖാക്കൾ ചെറിയാച്ചനെ കൊണ്ട് തൃപ്തിപ്പെടണം. ഇപ്പോൾ സ്ത്രീ സഖാക്കളെ ജയിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നതാണ് നല്ലത്. അതൊരിടവേള കഴിഞ്ഞ്. എല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഞാനും ചെയ്യും.